ദൈവതിരുനാമത്തിന് മഹത്വം. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്ന് നിമിഷങ്ങളിൽ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്. ജീവിതത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ജൈത്രയാത്രയിൽ ആമേൻ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയവരാണോ? നിങ്ങൾ എല്ലാവരാലും ആമേൻ തിരസ്കരിക്കപ്പെട്ടു പോയവരാണോ? ഇന്ന് പകലിൽ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളോടാണ് ദൈവത്തിൻ്റെ ആമേൻ ശബ്ദം ഇന്ന് പകലിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ്: നിങ്ങൾ ജീവിതത്തിൻ്റെ യാത്രകളിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഏകാന്തതയിലൂടെ കടന്നുപോയ വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ ഇന്ന് പകൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമുക്കറിയാം ആമേൻ ജീവിതത്തിൽ അനവധിയായ കഷ്ടതകൾ, അനവധിയായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിരാശയിലേക്ക് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ചിലർ ആമേൻ വഴുതി വീഴാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളാണ് ആമേൻ ഒറ്റപ്പെടലുകളിലേക്ക് ആമേൻ ഹല്ലേലൂയ സ്തോത്രം മാറിപ്പോകുന്നത്. ആമേൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരായിട്ട്, ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരാലും ഒറ്റപ്പെട്ടവരായിട്ട് ആമേൻ ആയിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതങ്ങളോട് ആമേൻ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്: നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ആമേൻ നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അടുത്ത് തന്നെ വചനമുണ്ട്. ഹല്ലേലൂയ. വചനവുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ലിവിംഗ് റൂമിലേക്ക് ആമേൻ കടന്നു ചെല്ലുക. നിങ്ങൾ നിങ്ങളുടെ മുഴങ്കാലുകളെ ദൈവസന്നിധിയിൽ മടക്കുക. ഹല്ലേലൂയ സ്തോത്രം. വചനം നിങ്ങൾ ധ്യാനിക്കുക. വചനത്തിനായിട്ട് നിങ്ങൾ സമയങ്ങളെ വേർതിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ കണ്ണുനീരുകൾ ആമേൻ നിങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചലിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയവരാണോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനാണ് ആ ഒറ്റപ്പെടലുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുവദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ഒറ്റപ്പെടലുകൾ അനുവദിക്കുന്ന സമയത്ത് നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം അധികമായിട്ട് ദൈവത്തെ മുറുകെ പിടിക്കുമാറാകണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വൃക്ഷം ആമേൻ ഹല്ലേലൂയ സ്തോത്രം അത് വളരുന്നതിന് മുന്നവേ അതിൻ്റെ വിത്ത് പാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിനെ ആരും കാണത്തില്ല. അത് ഒറ്റപ്പെട്ടാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇരുളിൻ്റെ മറവിലാണ് അത് ഹല്ലേലൂയ സ്തോത്രം അനവധിയാകുന്ന ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിന് ശേഷമാണ് അതിൻ്റെ വേര് ആമേൻ അതിൻ്റെ വേരിനെ ആരും കാണുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. വേര് ആഴത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങിപ്പോയതിനു ശേഷമാണ് ഒരു വൃക്ഷം ആമേൻ തലയെടുപ്പോടുകൂടെ ഉയർന്നു വരുന്നത്. ഹല്ലേലൂയ. അത് ഉയർന്നു വന്നതിന് ശേഷം ആമേൻ ഹല്ലേലൂയ സ്തോത്രം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ അത് വളർന്നു വന്നതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം അതിൽ നിന്ന് ഫലങ്ങൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം പുറത്തേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതിനകത്ത് ദൈവത്തിന് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒറ്റപ്പെടലുകളുടെ നടുവിലും ആമേൻ മനുഷ്യരാൽ തുച്ഛീകരിക്കപ്പെടുന്നതിൻ്റെ ആമേൻ മധ്യത്തിലും ആമേൻ ഏകാന്തതയുടെ സന്ദർഭങ്ങളിലും ആമേൻ നിങ്ങൾ മുഴങ്കാലുകളെ മടക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ആമേൻ നിലവിളികൾ, നിങ്ങളുടെ നെടുവീർപ്പുകൾ ഹല്ലേലൂയ സ്തോത്രം പിറുപിറുക്കാതെ ആമേൻ നിരാശപ്പെട്ട് അതിനകത്ത് കുടുങ്ങിക്കിടക്കാതെ കാത്തിരിക്കുക. ദൈവം നിങ്ങൾക്കായിട്ട് ഭയങ്കരവും അതിശയകരവുമായ വലിയ വഴികളെ തുറക്കുവാൻ വിശ്വസ്തനാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതയാത്രകളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയവരാണോ? എല്ലാവരും തുച്ഛീകരിക്കപ്പെട്ടവരാണോ? എങ്കിൽ ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തിയതിന് പിൻപിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം.
ഈ ഒറ്റപ്പെടലുകളുടെ മധ്യത്തിലും ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അറേബ്യൻ മരുഭൂമിയിലേക്ക് സർവശക്തനായ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ടുപോയിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് അവനെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ ദൈവവുമായിട്ട് നിങ്ങളെ അധികമായിട്ട് അടുപ്പിക്കുവാനായിട്ടാണ്. പുതിയ ചില ശുശ്രൂഷകളെ നൽകിത്തരുവാനായിട്ടാണ്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.